നോക്കാം. ഫോർ എ ഡയറക്റ്റഡ് ഗ്രാഫ് ജി ഇസ് ഈക്വൽ ടു ഓർഡർഡ് പെയർ വി കോമ ഇ എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഡെഫിനിഷൻ നിങ്ങൾ കണ്ടതാണല്ലോ. വി എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ്, എന്ന് പറഞ്ഞാൽ എഡ്ജ് സെറ്റ്. We shall now extend the concept of reachability of a node. The concept of reachability of a node. നോക്കാം. The set of nodes which are reachable from a given node V is said to be reachable set of V. എന്താണ് reachable set of V? And the reachable set of V is written as R of V. അത് നമുക്ക് നോക്കാം. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ആർ ഓഫ് വി വൺ എന്ന് പറഞ്ഞാൽ v1, v2, v3, v4, v5, v6 ആണ്. ദാറ്റ്സ് ആർ ഓഫ് v1 is equal to set of all v1, v2, v3, v4, v5, v6. അതിന്റെ അർത്ഥം എന്താ? v1ൽ നിന്ന് എങ്ങോട്ടൊക്കെ പാത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ v1ൽ നിന്ന് ഏതൊക്കെ നോഡ്സ് ആണ് റീച്ചബിൾ ആയിട്ടുള്ളത് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ v1ൽ നിന്ന് ഏതൊക്കെ നോഡ്സിലോട്ട് നമുക്ക് എത്താം, അല്ലെങ്കിൽ v1നോട് റീച്ചബിൾ ആയിട്ടുള്ള നോഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഡെഫിനിഷൻ എന്നുള്ള പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഗ്രാഫ് നോക്കാം. കണ്ടോ, ഇതാണ് v1. v1ൽ നിന്ന് v1ലോട്ട് തന്നെ ഉണ്ട്. അത് നമ്മൾ റീച്ചബിലിറ്റി ഡെഫിനിഷനിൽ കണ്ടതാണ്. v1ലോട്ട് തന്നെ റീച്ചബിൾ ആണ്. മറ്റൊന്ന്, v1ൽ നിന്ന് v2ലോട്ട് ഒരു പാത്ത് പോകുന്നുണ്ട്. അപ്പൊ v1ഉം v2ഉം റീച്ചബിൾ ആണ്. ഇനി v1ൽ നിന്ന് v3ലോട്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഡയറക്ഷൻ നോക്കണ്ട, പാത്ത് പോകുന്നുണ്ട്. അപ്പൊ v1ഉം v3 റീച്ചബിൾ ആണ്. ഇനി v1ൽ നിന്ന് നേരിട്ട് v4ലോട്ട് ഇല്ല, പക്ഷെ v1ൽ നിന്ന് v2ലോട്ട്, v2ൽ നിന്ന് v3ലോട്ട്, v3ൽ നിന്ന് v4ലോട്ട്. അപ്പൊ v1ഉം v4 റീച്ചബിൾ ആണ്. ഇനി v4ൽ നിന്ന് v5ലോട്ട്, v1ൽ നിന്ന് നേരിട്ട് v4ലോട്ട് ഇല്ല, ഇങ്ങനെ ഒരു പാത്ത് ഇല്ല. പക്ഷെ v1ൽ നിന്ന് v2ലോട്ട്, v2ൽ നിന്ന് v3, v3ൽ നിന്ന് v4, v4ൽ നിന്ന് v1. അപ്പോൾ v1ഉം v4 റീച്ചബിൾ ആണ്. ഇനി v1ൽ നിന്ന് v5ലോട്ട് എങ്ങനെയാ? v1ൽ നിന്ന് v2, v2ൽ നിന്ന് v5. v1ൽ നിന്ന് v6ലോട്ട് എങ്ങനെയാ? v1ൽ നിന്ന് v2, v2ൽ നിന്ന് v5, v5ൽ നിന്ന് v6. ഇനി v7ലോട്ട് ഉണ്ടോ? ഇവിടെ വരെ എത്തി, v6ലെത്തി. v6ൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാൻ നമുക്ക് ഇവിടെ ഈ ഡയറക്ഷൻ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ നമുക്ക് ആവശ്യം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? v1ഉം v7ഉം റീച്ചബിൾ അല്ല. അതുപോലെ v7ഉം v8ഉം റീച്ചബിൾ അല്ല. അപ്പൊ എന്താ റീച്ചബിൾ ഓഫ് v1 എന്ന് പറഞ്ഞാൽ? ആർ ഓഫ് v1 എന്ന് പറഞ്ഞാൽ അടുത്ത് എന്താ? ആർ ഓഫ് v1 എന്ന് പറഞ്ഞാൽ v1ൽ നിന്ന് ഏതൊക്കെ നോഡ്സിലോട്ട് നമുക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ v1 ആരോടൊക്കെയാണോ, ഏതൊക്കെ നോഡ്സിലോട്ടാണോ റീച്ചബിൾ ആയിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇത് പറയാ റീച്ചബിൾ ഓഫ് v1 എന്ന് പറയാം. റീച്ചബിൾ ഓഫ് v1 is equal to v1, v2, v3, v4, v5, v6. ഇനി റീച്ചബിൾ ഓഫ് v2 നിങ്ങൾ നോക്കിക്കോ. റീച്ചബിൾ ഓഫ് v2 അത് തന്നെയാ, v1, v2, v3, v4, v5, v6 തന്നെയാ. നമുക്ക് നോക്കാം, ഗ്രാഫിൽ നോക്കാം. റീച്ചബിൾ ഓഫ് v2 അല്ല നോക്കണ്ടേ, v2നോട് റീച്ചബിൾ ആണ്. ഇനി v2ൽ നിന്ന് v2ഉം v3 നോക്കിയാൽ, യെസ്, v2ൽ നിന്ന് v3ലോട്ട് ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെയാ? അപ്പൊ റീച്ചബിൾ ആണ്. v2ൽ നിന്ന് v3ലോട്ട് ഉണ്ട്, v3ൽ നിന്ന് v4ലോട്ട് ഉണ്ട്. അപ്പൊ v1ഉം v4ഉം ഉണ്ട്. അപ്പൊ v4 വിടും. ദെൻ v4ൽ നിന്ന് ഇങ്ങനെ v1ലോട്ട് ഉണ്ട്. അപ്പൊ v1ഉം വിടും. ദെൻ v1ൽ നിന്ന് v2ലോട്ട് ഉണ്ട്. അപ്പൊ v1ൽ നിന്ന് v2ലോട്ട് നേരിട്ട് ഇങ്ങനെ ഇല്ല. പക്ഷെ എന്തെത്താം? v2ൽ നിന്ന് v3, v3ൽ നിന്ന് v4, v4ൽ നിന്ന് v1, v1ൽ നിന്ന് v2. അപ്പൊ v2 v1 ഉണ്ട്. ദെൻ v2ൽ നിന്ന് v5, v2ൽ നിന്ന് v6, v6ൽ നിന്ന് ഇങ്ങനെ ഇല്ല ഒരെണ്ണം. അപ്പൊ എന്ത് മനസ്സിലായി? v7 ഇല്ല, v8 ഇല്ല. അപ്പൊ എന്താണ് ഇവിടെ കിട്ടിയത്? ആർ ഓഫ് v2 എന്ന് പറഞ്ഞത് തന്നെയാ v1, v2, v3, v4, v5, v6. അതുപോലെ ആർ ഓഫ് v3ഉം ആർ ഓഫ് v4ഉം ആർ ഓഫ് v5 ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ ആർ ഓഫ് v6 മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാന്ന് നോക്കാം.
ആർ ഓഫ് വി സിക്സ് എന്ന് പറഞ്ഞാൽ കണ്ട വി സിക്സിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉള്ളതില്ല. അപ്പൊ വി സിക്സിന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടേക്കും ഇല്ല, ഇങ്ങോട്ടേക്കും ഇല്ല. അപ്പോൾ ആർ ഓഫ് വി സിക്സ് എന്ന് പറഞ്ഞാൽ വി സിക്സ് തന്നെയാണ്. വി സിക്സിനോടാണ് റീച്ചബിൾ ആണല്ലോ ആ അർത്ഥത്തിൽ. അപ്പോൾ ആർ ഓഫ് വി സിക്സ് തന്നെ. അതുപോലെ ആർ ഓഫ് വി സെവനിന്ന് പോകാൻ പറ്റുമോ? ആർ ഓഫ് വി സെവൻ എന്ന് പറഞ്ഞാൽ വി സെവൻ എങ്ങോട്ട് പോകാൻ പറ്റും? ഇങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ ആർ ഓഫ് വി സെവൻ എന്ന് പറഞ്ഞാൽ വി സിക്സ് തന്നെയാണ്. ആർ ഓഫ് വി സെവൻ എന്ന് പറഞ്ഞാലും വി സിക്സ് ആണ്, ആർ ഓഫ് വി സിക്സ് എന്ന് പറഞ്ഞാൽ വി സിക്സ് തന്നെയാണ്. അങ്ങനെ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർ ഓഫ് വി സിക്സ് ഉണ്ട്, വി സെവൻ ഉണ്ട്. കാരണം വി സെവനോട് ഉള്ളതാണല്ലോ. അങ്ങനെ അപ്പൊ ഇവിടെയൊക്കെ മനസ്സിലാവും ആർ ഓഫ് വി എയ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ആർ ഓഫ് വി നയൻ കണ്ടുപിടിക്കാൻ പറ്റും, ആർ ഓഫ് വി ടെൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നും കുഴപ്പമില്ല. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകത വന്നു. ആർ ഓഫ് V5 V8 V9 V10 ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ ആർ ഓഫ് ഒരു സിംഗിൾ നോഡായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മാത്രം ഒന്നിലധികം നോഡ്സ് വന്നു. അപ്പോൾ ഇതിന് നമുക്ക് V5 V8 V9 V10 നാലെണ്ണുണ്ട്. അപ്പോൾ അതിന് സെറ്റായിട്ട് വിചാരിക്കാമല്ലോ. അതൊരു സെറ്റാണ്. എന്തിന്റെ സബ്സെറ്റ് ആണ്? എഡ്ജ് സെറ്റിന്റെ, വെർട്ടെക്സ് സെറ്റ്. വെർട്ടെക്സ് സെറ്റ് ഉള്ളത് എന്തൊക്കെയാ? V1 V2 V3 V4 V5 V6 V7 V8 V9 V10 ആണ്. ആ വെർട്ടെക്സ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര്? V5 V8 V9 V10 എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത നോക്കാം. ഫോർ എനി സബ്സെറ്റ് S of V, for any subset S of V, the reachable set of S is the set of nodes which are reachable from any node of S. അതായത് എസ്സിലെ ഏത് നോഡ് എടുത്താലും അതിൽ നിന്നൊക്കെ റീച്ചബിൾ ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് V5നോട് റീച്ചബിൾ ആയിട്ടത് ആരൊക്കെയാ? V8നോട് റീച്ചബിൾ ആയിട്ട് ആരൊക്കെയാ? V9നോട് റീച്ചബിൾ ആയത് ആരൊക്കെയാണ്? V10നോട് റീച്ചബിൾ ആരൊക്കെയാണ്? അവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആര്? ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും V5 V8 V9 V10 അപ്പൊ അതിൻ്റെ റീച്ചബിൾ ആയത് ഫുൾ സെറ്റ് V ആണ് നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. V5നോട് റീച്ചബിൾ ആയത് ആരൊക്കെയാ? V5നോട് റീച്ചബിൾ ആയത് ഇവിടെ ഉണ്ട്. V5നോട് റീച്ചബിൾ ആയത് V1 V2 V3 V4 V5 V6. ഇപ്പൊ V5 എടുത്തു കഴിഞ്ഞാൽ ആ V5നോട് റീച്ചബിൾ ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് കണ്ടു. ഇതിപ്പോ എളുപ്പത്തില് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയണതാണ്ടല്ലേ, നമ്മൾ ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കണം. V5നോട് റീച്ചബിൾ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇതാണ് V1 V2 V3 V4 V5 V6 ആണ്. ഇനി V8നോട് റീച്ചബിൾ ആയിട്ട് ആരാ? V8നോട് റീച്ചബിൾ ആയിട്ട് V8 V7 V6. അപ്പൊ എന്ത് വന്നു? ഇവിടെ 6 വരെ വന്നു. ഇനി 7ഉം വന്നു 8ഉം വന്നു. 7ഉം വന്നു 8ഉം വന്നു. ആരും കൂടെ ചേർന്നപ്പോ V8 ചേർന്നപ്പോ ഇനി V9 വരുമ്പോ ആര് വരും? V9 ചേരുമ്പോ V9 തന്നെ വരും. അപ്പോൾ 9 വന്നു. V10 ചേരുമ്പോ V10 തന്നെ വരും. അപ്പൊ 10 വന്നു. അപ്പൊ എന്താ മനസ്സിലായത്? ഈ V5 V6 V8 V9 V10 ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഫുൾ സെറ്റായ V കിട്ടും. അതുപോലെ V1 V8 V9 V10 ഇത് ചേർക്കുമ്പോഴും ഫുൾ സെറ്റായ V തന്നെ കിട്ടും. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ്സിലെ കുറെ നോട്ട്സുകൾ ഉണ്ടല്ലോ, ആ നോട്ട്സുകളോടൊക്കെ റീച്ചബിൾ ആയിട്ടുള്ള സെറ്റിന്റെ കളക്ഷനെയാണ് എന്ന് പറയുന്നത് ആർ ഓഫ് എസ് എന്ന് പറയുന്നത്, റീച്ചബിൾ സെറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇൻ എ ഗ്രാഫ് G is equal to V of V, a set X subset of V is called a node base if its reachable set is V and if no other proper subset of X has this property. അപ്പോൾ ഇവിടെ V എന്ന് പറഞ്ഞാൽ V5 V8 V9 V10 എന്ന് പറഞ്ഞാൽ അത് നോഡ് ബേസ് ആണ്. അപ്പൊ ഇതിന് നോഡ് ബേസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ 4 നോഡ്സ് ഉൾപ്പെടുന്ന സെറ്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ തന്നിട്ടുള്ള ഗ്രാഫ്, അതിന്റെ വെർട്ടെക്സ് സെറ്റ് ആണല്ലോ ഈ V എന്ന് പറയുന്നത്. ഈ V ആ വെർട്ടെക്സ് സെറ്റിൽ ഇപ്പൊ V1 തൊട്ട് V10 വരെയാണല്ലോ ഉള്ളത്. അങ്ങോട്ടേക്ക് മുഴുവൻ എത്താൻ പറ്റും. ഇനി ഇതിന് ഏതിലൊന്നും ഒഴിവാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ V10 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? എനിക്ക് 10ലോട്ട് എത്താൻ പറ്റില്ല. V9 ഒഴിവാക്കി കഴിഞ്ഞാൽ 9ലോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ
4 വെച്ചിട്ട് എനിക്ക് എല്ലായിടത്തേക്ക് എത്താം. ഈ 4 ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തേക്ക് എത്താനും പറ്റില്ല. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ നോഡിനെ പറയുന്ന പേരാണ് നോഡ് ബേസ്. ഇപ്പൊ എന്തായാലും നോഡ് ബേസ് എന്ന് പറഞ്ഞാൽ in a digraph G is equal to V comma E, a subset of V is called a node base if its reachable set is V. അതിന്റെ reachable set V ആയിരിക്കണം. If its reachable set is V and if no proper subset of X. Proper subset of X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ X. നമ്മുടെ X എന്ന് പറഞ്ഞാൽ ഇതാണ് V5, V8, V9, V10. ഇവിടെ ആകുമ്പോൾ V1, V8, V9, V10. ഇതിനെ ഏതെങ്കിലും ഒരു എലമെന്റിനെ കളഞ്ഞാൽ വീണ്ടും ഒരു സബ്സെറ്റ് കിട്ടും. അപ്പോൾ ഒരു എലമെന്റെങ്കിലും എടുത്ത് കളഞ്ഞ് കിട്ടുന്ന സെറ്റാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. നവീൻ സാർ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന്? ഒരു എലമെന്റെങ്കിലും കളഞ്ഞാൽ കിട്ടുന്ന ഒരു ഫുൾ സെറ്റ് 1 2 3 4 5 അതെന്ന് പറഞ്ഞാൽ കളഞ്ഞു, 2നെ കളഞ്ഞു, അപ്പോൾ 1 3 4 5 അതിനാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഒരു എലമെന്റിനെ മാത്രം മാറ്റി നിർത്തി കിട്ടുന്നത്. ഇഫ് നോ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, പിന്നെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വീനെ ഫുൾ ആയിട്ട് കിട്ടില്ല. അത്തരത്തിലുള്ള ഇതിനെ പറഞ്ഞ പേരാണ് ഇതിനെ സബ്സെറ്റിനെ പറഞ്ഞ പേരാണ് നോഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, ഇൻ എ ഡയഗ്രാഫ് G is equal to V, a subset X subset of V is called a node base if its reachable set is V and if no proper subset of X has this property. But ഇപ്പൊ നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും V1, V8, V9, 10 is a node base and so is the set V5, V8, V9, V10 രണ്ട് നോഡ് ബേസുകളാണ് എന്ന് നമുക്ക് മനസ്സിലായി.